ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ കേൾക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നിവിടെ പറയാൻ പോകുന്നത് LP കുട്ടികൾക്കായി 30 GK ചോദ്യങ്ങളാണ്. ഇതിൽ 15 സാധാ ചോദ്യങ്ങളും 16 മുതൽ 30 വരെ വെല്ലുവിളിയും. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്? ഉത്തരം 3. കേരളത്തിൻ്റെ തലസ്ഥാനം ഏത്? ഉത്തരം തിരുവനന്തപുരം. സൂര്യൻ ഉദിക്കുന്നത് ഏത് ദിശയിലാണ്? ഉത്തരം കിഴക്ക്. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? ഉത്തരം മയിൽ. ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? ഉത്തരം 7. മനുഷ്യന് എത്ര കണ്ണുകളുണ്ട്? ഉത്തരം 2. നമ്മുടെ രാജ്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഇന്ത്യ. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏത്? ആന. അടുത്ത ചോദ്യം 9. മഴ പെയ്തത് ഏത് മേഘങ്ങളിൽ നിന്നാണ്? ഉത്തരം മഴമേഘങ്ങളിൽ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? ഉത്തരം താമര. ഒരു വർഷത്തിന് എത്ര മാസങ്ങളുണ്ട്? ഉത്തരം 12. ചന്ദ്രൻ പ്രകാശം ലഭിക്കുന്ന ആരിൽ നിന്നാണ്? ഉത്തരം സൂര്യൻ. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? ഉത്തരം മാങ്ങ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? മലയാളം. ഒരു കയ്യിൽ എത്ര വിരലുകളുണ്ട്? ഉത്തരം 5. ഇനിയുള്ളത് വെല്ലുവിളി ചോദ്യങ്ങൾ, പാടുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശകവർഷ കലണ്ടർ. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആലമുടി. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഉത്തരം ഗംഗ, ഡോൾഫിൻ. ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം ഏത്? ഉത്തരം ചന്ദ്രൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷര ജില്ല ഏത്? ഉത്തരം എറണാകുളം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഉത്തരം ആന. അടുത്തത് 22ാമത്തെ ചോദ്യം: ലോക പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ഉത്തരം ജൂൺ 5. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ശാസ്താംകോട്ട തടാകം. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം രാജഹംസം. സൂര്യനിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ഹൈഡ്രജൻ. കേരളത്തിലെ സംസ്ഥാന മത്സ്യം ഏത്? ഉത്തരം കരിമീൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂമി ഏത്? മരുഭൂമി ഏത്? ഉത്തരം സഹാറ മരുഭൂമി. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ അംബേദ്കർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിൽ വരുമാന വകുപ്പ് മേഖല ഏത്? ഉത്തരം മലബാർ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.